ഒരു മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് കണ്ടന്റ്മെന്റ്, അതായത് നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന് പൂർണ്ണമായി കൈവരിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്കൊരു കാർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല കാർ വാങ്ങിക്കണമെന്ന് തോന്നും, നമുക്കൊരു വീടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല വീട് വെക്കണമെന്ന് തോന്നും, നമ്മുടെ ഒരു സിനിമ ഹിറ്റായാൽ മറ്റേ ആളുടെ സിനിമയുടെ അത്ര ഹിറ്റായില്ലല്ലോ എന്നുള്ളൊരു വിഷമം നമുക്ക് തോന്നാം. അങ്ങനെ എപ്പോഴും നമുക്കുള്ളതിനേക്കാൾ കുറച്ചുകൂടെ വലിയ കാര്യങ്ങൾ ആഗ്രഹിച്ച് ഈ ഒരിക്കലും സംതൃപ്തി കണ്ടെത്താൻ സാധിക്കാത്ത ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുക ഒരു ജീവിതം ജീവിച്ചു തീർക്കുന്നവരാണ് മനുഷ്യരിൽ ഭൂരിഭാഗം ആൾക്കാർ. മലയാള സിനിമയിലെ മോസ്റ്റ് ടാലന്റഡ്, മോസ്റ്റ് ഹാൻസം, നല്ല എഡ്യൂക്കേറ്റഡ് ഉള്ള, നല്ല വിവരമുള്ള ഒരു ഹീറോയും അതുപോലെ ഡയറക്ടറുമാണ് പൃഥ്വിരാജ്. അപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞ ഈ ഒരു വാക്കുകൾ വളരെ സത്യമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞാൻ പൃഥ്വിരാജിനെ പ്രൊമോട്ട് ചെയ്യുന്നല്ല, അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങൾ അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം. പൃഥ്വിരാജ് പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞ ഹദീസ് ശ്രദ്ധിക്കുക, മനുഷ്യന് സ്വർണത്തിന്റെ ഒരു താഴ്വാര ലഭിച്ചാൽ രണ്ടാമതൊരു താഴ്വാര കിട്ടാൻ വേണ്ടി അവൻ ആഗ്രഹിക്കും. മനുഷ്യന് സമ്പത്തിനോടുള്ള ആർത്തി ഒരിക്കലും തീരില്ല. അവന് മണ്ണല്ലാതെ അവന്റെ വായ അടക്കുകയില്ല. പശ്ചാത്താപിക്കുന്ന ഒരു പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും. ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മനുഷ്യന് ആർത്തിയാണ്, സമ്പത്തിനോടുള്ള ആർത്തി. അവനൊന്നിലും തൃപ്തിയാവുകയില്ല. കാര്യമല്ല, നമുക്കൊരു ജോലി കിട്ടും, നമ്മൾ ആദ്യം വിചാരിക്കും 5000 റുപ്യേൻ്റെ ജോലി കിട്ടിയാൽ മതിയായിരുന്നു. 5000 റുപ്യേൻ്റെ കിട്ടുമ്പോൾ നമുക്ക് ചിലവ് കൂടും, അതിനനുസരിച്ച് പിന്നെ 10,000 റുപ്യേൻ്റെ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കും. 10,000 റുപ്യേൻ്റെ ജോലി കിട്ടുമ്പോൾ പിന്നെ നമുക്കതിൽ ഒന്നിലും ജനങ്ങൾക്ക് സംതൃപ്തി അടങ്ങാൻ കഴിയില്ല. അത് അവന് കണ്ടുപോയി ഖബറിൽ വെച്ചാൽ മണ്ണ് മൂടി വെച്ചാൽ മാത്രമേ അവന് എന്താവും, അവന് സമ്പത്തിനുള്ള ആഗ്രഹം അടങ്ങുകയുള്ളൂ. അപ്പോൾ സമ്പത്ത് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ആട്ടിൻ പറ്റയെ ചെന്നായ്ക്കൾ എങ്ങനെയാണോ ആക്രമിക്കുന്നത് അതിനേക്കാൾ അപകടകരമാണ് മനുഷ്യന് സമ്പത്തിനോടുള്ള ആർത്തി അവന്റെ ദീനിനെ നശിപ്പിക്കുന്നത്. സമ്പത്തിനോടുള്ള മനുഷ്യന്റെ ആർത്തി അവന്റെ ദീനിനെ എങ്ങനെ നശിപ്പിക്കുന്നു? ആ ചെന്നായ ആടിനെ നശിപ്പിക്കുന്നതിനേക്കാൾ അപകടകരമായി നമ്മളുടെ ദീനിനെ അത് നശിപ്പിക്കും. അതുകൊണ്ട് സമ്പത്ത് നമ്മൾ ആഗ്രഹിക്കും, കൂടുതൽ സമ്പത്ത്, പൈസ, പണം, ഇതിന്റെ പിറകെ പോയാൽ ഒരിക്കലും നമ്മൾക്ക് സംതൃപ്തി കിട്ടാല. ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാൻ ആർക്കാണോ സാധിക്കുന്നത് അവനാണ് ഏറ്റവും വലിയ കോടീശ്വരനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുക, അതാണ് ലൈഫിന്റെ ഏറ്റവും വലിയ സമാധാനം. അതൊക്കെ ഹദീസിൽ വന്ന കാര്യങ്ങളാണ്, റസൂലുള്ള പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പൊ ജനങ്ങളൊക്കെ ഇപ്പോൾ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല, ഇങ്ങനെ അവരുടെ എഡ്യൂക്കേഷൻ വെച്ച് പറയുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഖുർആനിലും ഹദീസിലും വന്നത് എത്ര സത്യസന്ധമായ കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ റസൂലുള്ളാഹിന്റെ വാക്ക്, ഖുർആനിന്റെ വചനങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് ജീവിച്ചാൽ നമ്മൾക്ക് സമ്പത്തോ അല്ലെങ്കിൽ പ്രശസ്തിയോ അതിലൊന്നും സമാധാനമില്ല. നമ്മൾക്ക് എന്താണോ ജോലിയുള്ളത്, നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത്, നമ്മൾ ആരുടെ കൂടെയാണുള്ളത് അവരുടെയൊക്കെ കൂടെ. അതുകൊണ്ട് നമ്മൾ സംതൃപ്തി അടങ്ങിയാൽ മാത്രമേ നമ്മൾക്ക് ലൈഫിൽ സമാധാനം കിട്ടുകയുള്ളൂ. ഒക്കെ ടിക്ടോക്കിൽ നമുക്ക് ഒരു വീഡിയോ 1 മില്യൺ റീച്ച് ആയിട്ടുണ്ടാവും, പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്ത ഒരു വീഡിയോ 10K ആയിട്ടുണ്ടാവും. അത് മുന്നോട്ട് പോകുന്നില്ല. അപ്പം നമ്മൾ നോക്കുന്നത് ഈ 10K ആണ്, ഇതെന്തുകൊണ്ട് മുന്നോട്ട് പോകും? ബാക്കിലൊരു 1 മില്യൺ ഉണ്ട് ആയത്, അത് നമ്മൾക്ക് ചിന്തയില്ല. നമുക്ക് ഈ 10K 1 മില്യൺ എത്തണം, പിന്നെ അത് 1 മില്യൺ എത്തില്ല, ഇങ്ങനെ നമ്മൾ പിന്നെ നമുക്ക് കിട്ടണം ഇങ്ങനെ ആഗ്രഹം. അത് ചെറിയ ലൈക്കിന്റെ കാര്യത്തിൽ പോലും മനുഷ്യന്മാർ എന്തായി അസംതൃപ്തിയാവുന്ന ഒരു കാലഘട്ടത്തിൽ. അപ്പം നമ്മൾ അതിലൊന്നും തല കൊടുക്കാതെ നമ്മൾ കയ്യിൽ എന്തുണ്ട് നമ്മൾ അതുകൊണ്ട് സമാധാനപ്പെടുക. നമ്മൾക്ക് ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാൻ സാധിക്കാത്തടത്തോളം കാലം നമ്മളെ കയ്യിൽ എന്തുണ്ടെങ്കിൽ തന്നെ നമുക്ക് ലൈഫിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. നമ്മൾക്കിപ്പോൾ 3000 രൂപ സാലറി ഉണ്ടെങ്കിൽ, നമ്മൾ 5000 രൂപ സാലറി ഉണ്ട്, അല്ലെങ്കിൽ 8000 രൂപ സാലറി ഉള്ളവനെ നോക്കിയാൽ എനിക്ക് അത് കിട്ടുന്നില്ലല്ലേ, അവന്റെ ലൈഫ് നല്ല, അവനെ പോലെ എനിക്ക് ജീവിക്കണം, ഇങ്ങനെ ചിന്ത വന്നിട്ട് ഈ 5000 രൂപ ഉള്ള അനുഗ്രഹം നമ്മൾ മറന്നു പോകും. നമ്മൾ താഴെയുള്ളവരിലേക്ക് നോക്കാം, 3000 രൂപ സാലറി ഉണ്ട്, ചിലപ്പോൾ 2000 രൂപ സാലറി, നിന്നെക്കാട്ടി ടാലന്റ് ഉണ്ട്, അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ട് അവൻ അത്ര കിട്ടുന്നു. അങ്ങനെ നോക്കുമ്പോൾ നിന്റെ ഈ 5000 രൂപ ഗോൾഡ് അല്ലേ, നീ നല്ല സമാധാനം, രാജാവല്ലേ. അപ്പൊ അങ്ങനെ താഴെയുള്ളിലേക്ക് നോക്കുക എന്ന് റസൂലുള്ളാഹി, നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര സത്യമായ വാക്കുകളാണ്. നമ്മൾ മുകളിലുള്ളവരിലേക്ക് നോക്കണ്ട, അവര് വേറെ മുകളിലുള്ളവരേക്ക് നോക്കുന്നുണ്ട്. അവര് സമാധാനം, അവരെ ജോലിയിൽ സംതൃപ്തി. ആരും ആരെ ജോലിയിൽ സംതൃപ്തി ആവുകയല്ലേ? അവനെ കൊണ്ടുപോയി ഖബറിനടിയിൽ വെക്കുന്നവരാരും ഒരു ജോലിയിൽ സംതൃപ്തരാവുകയില്ല. അപ്പൊ സംതൃപ്തരാവണോ? ഉള്ളത് കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നീയാണ് ഏറ്റവും വലിയ കോടീശ്വരൻ, നീയാണ് ഏറ്റവും വലിയ സമാധാനമുള്ളവൻ.